ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ CMA സീരീസിലെ 7ാമത്തെ എപ്പിസോഡാണിത്. സോ സെൽഫ് സ്റ്റഡിയിലൂടെ എങ്ങനെയാണ് ഞാൻ CMA കംപ്ലീറ്റ് ചെയ്തതെന്നൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. സോ എന്തൊക്കെ ടെക്നിക്സാണ് ഞാൻ യൂസ് ചെയ്തതെന്നും ഇട്ടിട്ടുണ്ട്. സോ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CMA US കഴിഞ്ഞിട്ടുള്ള ജോബ് റിയാലിറ്റിയാണ്. നമ്മുടെ സാലറി എക്സ്പെക്റ്റേഷൻ എങ്ങനെ ആയിരിക്കണം, മറ്റ് കോഴ്സുകളിൽ നിന്ന് CMA US എത്രത്തോളം ഡിഫറെൻ്റ് ആണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് CMA US എന്ന് പറഞ്ഞ ടൈറ്റിൽ നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നത്? നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ടൈറ്റിൽ വരുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ടൈറ്റിൽ കിട്ടുന്നത്? നിങ്ങൾ എക്സാം പാസ്സായി പിന്നെ 2 years ഓഫ് എക്സ്പീരിയൻസും സർട്ടിഫിക്കറ്റും വെച്ച് അതിൻ്റെ കൂട്ടത്ത് BCom സർട്ടിഫിക്കറ്റ് ആയത് ഏതെങ്കിലും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് വെക്കുമ്പോഴാണ് നിങ്ങൾ IMAയുടെ വെബ്സൈറ്റിൽ ഒഫീഷ്യലി CMA എന്ന ഒരു ടൈറ്റിലിന് അർഹരാകുന്ന ആ സമയത്താണ്. അതുവരെയും നിങ്ങൾ ഒരു CMA US അല്ല, CMA എടുത്ത ആളല്ല. ഓക്കെ, എക്സാം പാസ്സായി, സോ ഞാൻ CMA ക്ലിയർ ചെയ്തു എന്ന് പറയുന്നിടത്ത് ഈ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ആവുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ BCom കംപ്ലീറ്റ് ചെയ്യുന്നു, CMA എടുക്കുന്നു, അത് കഴിഞ്ഞ് അവർ ജോലിക്ക് ട്രൈ ചെയ്യുമ്പോൾ അവർക്ക് ജോലി കിട്ടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അഥവാ കിട്ടിയാൽ തന്നെ അവരുടെ സാലറി എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് കിട്ടുന്നില്ല എന്നൊരു പരാതിയാണ് ഉള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് കോഴ്സുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കിട്ടും, എന്താണ് ചെയ്യേണ്ടതെന്നും മനസ്സിലാവും. അതിനെ നമുക്ക് ആദ്യം CMA ഇന്ത്യയായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. CMA ഇന്ത്യയുടെ കോഴ്സ് സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ്, ഫൈനൽ, ഈ ഒരു 3 സ്റ്റെപ്പാണുള്ളത്. ഇതിൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞ സ്റ്റെപ്പിൽ അവർക്ക് 2 വർഷം ഒരു കമ്പനിയിൽ കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. കൂടാതെ കമ്പ്യൂട്ടർ ട്രെയിനിങ് ചെയ്യണോ, അതായത് സോഫ്റ്റ് സ്കില്ലിൻ്റെ ട്രെയിനിങ് വേണം എന്നുമുണ്ട്. അതും ഇത്ര മണിക്കൂർ തന്നെ വേണം എന്നൊരു ക്രൈറ്റീരിയ അവർക്കുണ്ട്. പക്ഷേ CMA USന് ഈ ക്രൈറ്റീരിയ എപ്പോഴാണ് വെക്കുന്നത്? അതായത് എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് ഈ ക്രൈറ്റീരിയ ഉള്ളൂ. എന്ത്? 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന്. പക്ഷേ CMA ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത്? ഇൻ്റർമീഡിയറ്റിൽ ഈ ക്രൈറ്റീരിയ കഴിഞ്ഞ് പിന്നെയാണ് അവർ ഫൈനൽ എഴുതുന്നത്. അപ്പോൾ CMA ഇന്ത്യ കംപ്ലീറ്റ് ചെയ്ത ഒരാൾ എക്സ്പീരിയൻസ്ഡ് ആണോ ഫ്രഷറാണോ? അവർ എക്സ്പീരിയൻസ്ഡ് ആണ്. അവർക്ക് 2 years ഓഫ് എക്സ്പീരിയൻസ് ഇല്ലേ? ഇൻ്റർമീഡിയറ്റ് ചെയ്യുന്ന സമയത്ത് അവർ 2 years എക്സ്പീരിയൻസ് എടുത്തിട്ടാണ് അവർ ഫൈനലിലോട്ട് വരുന്നത്. ഓക്കെ, ഇതേ കോൺസെപ്റ്റാണ് നിങ്ങൾ CA കാരിൽ അപ്ലൈ ചെയ്യേണ്ടത്. CA കാരിൽ എങ്ങനെയാണ്? അവർക്കും ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ എൻട്രൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഇതുപോലെ ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സുണ്ട്. ആ ആർട്ടിക്കിൾഷിപ്പിൽ അവരെന്താ ചെയ്യുന്നത്? അവിടെ അവരിതുപോലെ പോകുന്നുണ്ട്, എന്ത് ചെയ്യാൻ? വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. അത് 3 വർഷം അവർ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് അവർ എക്സാം ക്ലിയർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇത് CA കഴിഞ്ഞ ആൾ ഫ്രഷറാണോ? അല്ല, അവരും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ഫ്രഷർ ആരാ? ലിറ്ററലി CMA US, അതായത് BCom കഴിഞ്ഞ് കൂട്ടത്തെ CMA ചെയ്ത് ഇറങ്ങുന്നവരാണ് ശരിക്കും ഫ്രഷർ. നിങ്ങൾക്ക് എന്തെങ്കിലും സോഫ്റ്റ് സ്കിൽസ് ഉണ്ടോ? ഇല്ല. നിങ്ങളുടെ ഈ CMA എന്ന് പറഞ്ഞ ടൈറ്റിൽ ഗെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2 years ഓഫ് എക്സ്പീരിയൻസ് വേണ്ടേ? അപ്പോൾ ആ എക്സ്പീരിയൻസ് എടുത്താലല്ലേ നിങ്ങളൊരു CMA എന്ന് നിങ്ങളെ വിളിക്കാൻ പറ്റുള്ളൂ. സോ ആ റിയാലിറ്റി ഫസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? BCom പഠിക്കുമ്പോൾ അല്ലെങ്കിൽ CMA പഠിക്കുമ്പോൾ തന്നെ സോഫ്റ്റ് സ്കിൽസ് പഠിക്കുക. അതായത് Power BI പഠിക്കുക, Excel പഠിക്കുക. അതുപോലെ ഇപ്പോൾ മാർക്കറ്റിൽ എന്ത് സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ ടാലി ഒന്നും അല്ല കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ SAP ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ പഠിക്കുക. ഇതെല്ലാം ഇങ്ങനെയുള്ള സ്കിൽസ് എല്ലാം സെറ്റായി കഴിയുമ്പോൾ വിത്ത് CMA ആകുമ്പോൾ നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് 2 years ഓഫ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് 2 years ഓഫ് എക്സ്പീരിയൻസ് നമുക്ക് എന്തിനാണ് ആവശ്യം? നമുക്ക് CMA USൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ആ 2 years ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ആ 2 years നിങ്ങൾ ഒരുപാട് സാലറി എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. അല്ലെങ്കിൽ വലിയ കമ്പനിയിൽ ആദ്യമേ കയറണം എന്ന് വിചാരിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. ആ 2 years നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ലേ, അതൊരു ഇൻറ്റേൺഷിപ്പ് ആവട്ടെ, ആ 2 years നിങ്ങൾ ആ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക എന്നേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അതായിരിക്കണം നിങ്ങളുടെ ഇനീഷ്യൽ ഫോക്കസ്. ഓക്കെ, സോ ആ 2 years നിങ്ങൾക്ക് എത്ര സാലറി വരെ എക്സ്പെക്റ്റ് ചെയ്യാം? അത് ഡിപ്പെൻഡ്സ് ഓൺ കമ്പനിയാണ്. ഓക്കെ, ബട്ട് എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി വിത്തിൻ 30,000 ഒക്കെ ഒരുവിധം കമ്പനി ഇപ്പോൾ ഫ്രഷേഴ്സിന് കൊടുത്ത് ഞാൻ കാണുന്നുണ്ട്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ സോഫ്റ്റ് സ്കിൽസ് വേണം, നിങ്ങൾക്ക് BComന് അത്യാവശ്യം മാർക്കും വേണം. കാര്യം ഒരു കമ്പനി അവർ നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രാജുവേഷൻ്റെ മാർക്കാണ് നോക്കുന്നത്. ഗ്രാജുവേഷൻ, അതുപോലെ CMAയുടെ മാർക്ക് നോക്കുമെന്ന് എനിക്ക് സംശയമാണ്. CMA ക്ലിയർ ചെയ്താൽ തന്നെ വലിയ കാര്യമാണ്.
അപ്പം ഗ്രാജുവേഷന് പക്ഷേ ഒട്ടുമിക്ക കമ്പനീസും മാർക്ക് നോക്കാറുണ്ട്. ജസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ടെസ്റ്റ് എങ്ങനെയായിരിക്കും, അവർക്ക് ടെക്നിക്കൽ റൗണ്ട് എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ട്. ആ റൗണ്ടിൽ ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് പി ആൻഡിൽ മാനുവലായിട്ട് ചെയ്യാൻ പറയും, ഒരു കേസ് സ്റ്റഡി തന്നിട്ട്. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ബാലൻസ് ഷീറ്റ്, അതായത് പി ആൻഡിൽ ക്യാഷ് ഫ്ലോ ബാലൻസ് ഷീറ്റ് ഇത് ചെയ്യാൻ പറഞ്ഞെന്നിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സൽ റൗണ്ട് ഉണ്ടാവാം, എക്സൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്നവർ ചെക്ക് ചെയ്തെന്നിരിക്കാം. സോ ഈ സോഫ്റ്റ് സ്കിൽസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിൽ ഒന്നുമില്ല, നിങ്ങൾ ബ്ലാങ്കാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കുറേ ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് നോക്കുമ്പോൾ 0 സോഫ്റ്റ് സ്കിൽസാണ്. അപ്പോൾ നിങ്ങളെ വിളിക്കാൻ തന്നെ ചാൻസ് കുറവാണ് അവിടെ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഫസ്റ്റ് ഇനീഷ്യൽ സാലറി ഒബ്വിയസ്ലി കുറവായിരിക്കും. കാര്യം നിങ്ങൾ CMA ടൈറ്റിൽ എടുത്തോ ഇല്ല, ഈ 2 years എടുത്തു കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് CMA ടൈറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ആ 2 years കഴിഞ്ഞിട്ടാണ് ശരിക്കും നിങ്ങളുടെ കരിയർ ഗ്രോത്ത് തുടങ്ങുന്നത് ആസ് എ CMA. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ CMA 2 years കഴിഞ്ഞ് CMA വർക്ക് എക്സ്പീരിയൻസ് വെക്കുക, IMA CMA സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ ഒഫീഷ്യലി CMA ആയിട്ടെന്നുള്ള മെയിൽ വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വിത്ത് CMA ടൈറ്റിൽ നിങ്ങൾക്ക് ജോബ്സിന് അപ്ലൈ ചെയ്യാം. ആ സമയത്ത് നമുക്ക് നല്ല കമ്പനീസ് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. നമുക്ക് ഓൾറെഡി വിത്ത് 2 years എക്സ്പീരിയൻസ് ആയി, നമുക്ക് കുറച്ചും കൂടെ നല്ല സാലറി കിട്ടും. അപ്പോൾ ഒരു 50K എബോവ് ഒക്കെ നമ്മുടെ പാക്കേജ് മാറും. ഓക്കെ, സോ അങ്ങനെ ചിന്തിക്കുക. അല്ലാതെ നമുക്ക് അവരെ പോലെ കിട്ടുന്നില്ല, ഇവരെ പോലെ കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരെന്തുകൊണ്ട് അവർക്ക് കിട്ടുന്നു, ഇവർക്ക് എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് ചിന്തിക്കുക. പിന്നെ നിങ്ങൾ വേറൊരു റിയാലിറ്റി കൂടെ മനസ്സിലാക്കുക. ഒരു CA ഫ്രഷർ, അതായത് ഫ്രഷർ നമ്മൾ പറയുമെങ്കിലും ലിറ്ററലി അവർക്ക് 3 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. അപ്പം അവർക്ക് പോലും ഒരു ബിഗ് 4 കമ്പനിയിൽ കയറുമ്പോൾ അവർക്ക് കിട്ടുന്ന പാക്കേജ് എന്ന് പറഞ്ഞാൽ 9 lakh per annum ആണ്. ഞാൻ ഡിലോയിറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആ എക്സ്പീരിയൻസും ഉണ്ട്. അതായത് അവിടെ CA ഫ്രഷേഴ്സിനാണെങ്കിലും 9 lakh per annum അവർക്ക് ആദ്യം കിട്ടുന്ന ഫ്രഷർ സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച CAക്കാർക്ക് ആ ഒരു ലെവലിൽ അവരെത്തുന്നുള്ളൂ എങ്കിൽ നമുക്ക് എത്രത്തോളം എഫേർട്ട് മുന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ലെവലിലോട്ട് കയറാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നതല്ല, റിയാലിറ്റി നിങ്ങളും മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ സാലറിയിലോട്ടൊക്കെ എത്താൻ പറ്റും. അപ്പോൾ 2 years ഓഫ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മുടെ ആ ലെവലിൽ വെച്ചിട്ട് നമ്മൾ അതുപോലത്തെ കമ്പനിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കും കിട്ടും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് കിട്ടുന്ന കമ്പനിയുടെ സ്റ്റാൻഡേർഡ്സ് പോലെ ഇരിക്കും നമ്മുടെ പാക്കേജ്. കൂടെ നമുക്ക് സോഫ്റ്റ് സ്കിൽസ് ഉണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എന്തിനാണ് ഈ CMA എടുക്കണമെന്ന് ചോദിച്ചാൽ എന്താണ്, ഒരു കരിയറിലെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല. അവിടെ ഗ്രോത്ത് വേണമെങ്കിൽ നിങ്ങൾ എപ്പോഴും കമ്പനി സ്വിച്ച് ചെയ്യേണ്ടി വരും. കമ്പനി സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാവേണ്ടി വരും. ഒരു CFO ലെവലിലോട്ടൊക്കെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ് ഉണ്ടായിരിക്കണം. ഇതുപോലത്തെ സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മുകളിലോട്ട് കയറാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ സാലറി ഓർത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് 5 yearsൻ്റെ സാലറി ഓർത്ത് വിഷമിച്ചിരിക്കാതെ നിങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഒരു ഡിഗ്രിക്കാർക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ ആ ഒരു തടസ്സമാണ് നമ്മളിങ്ങനെയുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുക്കുമ്പോൾ ക്ലിയറായി പോകുന്നത്. ഓക്കെ, ഇനി ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പക്ഷേ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ നല്ല കാര്യം. നിങ്ങളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി പഠിക്കാൻ ഉള്ളവരാണെങ്കിൽ പ്ലേസ്മെൻറ്റ് കൊടുക്കുന്നു എന്ന് ഉറപ്പുള്ളിടത്ത് മാത്രം പോയി പഠിക്കുക. അപ്പം നിങ്ങളുടെ പൈസയെങ്കിലും അവിടെ യൂസ്ഫുൾ ആവും. ഓക്കെ, ഇനി എക്സ്പീരിയൻസ് ഉള്ളവരെന്തിനാണ് CMA US പഠിക്കുന്നത്? അതായത് ഞാനിപ്പോൾ CMA പഠിക്കാൻ തുടങ്ങിയത് എനിക്ക് 4+ years ഓഫ് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ CMA US പഠിക്കാൻ തുടങ്ങിയത്. സോ അതവർക്ക് പലർക്കും പല റീസണാണ്. ചിലർക്ക് അവരുടെ കരിയറിൽ തന്നെ പ്രൊമോഷൻ കിട്ടാൻ, ഇരിക്കുന്ന കമ്പനിയിൽ തന്നെ അവർക്ക് പ്രൊമോഷൻ കിട്ടാൻ മാനേജർ ലെവലിലോട്ട് മാറാൻ ഒരു CMA പഠിക്കുന്നവരുണ്ട്. ചിലർക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട്, സാലറി ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട്. സോ അവർക്ക് പലർക്കും പല റീസൺസാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ജോബ് റിയാലിറ്റി മനസ്സിലാക്കുക, നിങ്ങളുടെ ഫോക്കസ് എന്താണെന്ന് മനസ്സിലാക്കുക, എന്തിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക, എന്തൊക്കെ കോഴ്സ് ചെയ്ത് നിങ്ങളെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ കോമ്പറ്റീറ്റീവ് ആവുക മാർക്കറ്റിൽ. അപ്പം നിങ്ങളുടെ റെസ്യൂമൊക്കെ ഇതിൽ വളരെ നല്ല റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ സൈഡ് നമ്മൾ മാക്സിമം ക്ലിയർ ആക്കുക. എന്നിട്ട് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ജോബ് കിട്ടും. മാർക്കറ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നിങ്ങൾ വിചാരിക്കും പോലെ അല്ല. പിന്നെ എന്താ വേണ്ടത്, പ്രോപ്പർ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാവണം. അതുപോലെ നൗകരി ഇന്ത്യയിൽ നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിരിക്കണം, 100% ആയിരിക്കണം. ഫോട്ടോ ഒന്നും കൊടുക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെ അറിയുന്നത്? സോ 100% പ്രൊഫൈൽ ക്ലീൻ ആയിരിക്കണം, പ്രൊഫൈൽ 100% അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ഡെയിലി വരുന്ന ജോബ്സിനൊക്കെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതുപോലെ ലിങ്ക്ഡിനിൽ തന്നെ നമ്മളും ഇതേ പരിപാടിയോടെ നമ്മുടെ പ്രൊഫൈൽ നീറ്റായിരിക്കണം, നമ്മൾ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. സോ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ജോബ് കിട്ടും. ഇൻ കേസ് നമുക്ക് എവിടെയെങ്കിലും സ്ട്രഗിളിംഗ് ഉണ്ടെങ്കിൽ ഇൻറ്റേൺഷിപ്പായിട്ടെങ്കിലും എവിടെയെങ്കിലും കയറാൻ ട്രൈ ചെയ്യുക.
അവിടെ നിന്ന് നിങ്ങളുടെ കരിയർ അങ്ങ് മാറും. സോ ഇനീഷ്യൽ സ്റ്റെപ്പ് ഹാർഡായിരിക്കും. മറ്റെല്ലാ എന്താ പറയുക, മറ്റെല്ലാ ഫ്രഷേഴ്സിനെ, അത് മറ്റെല്ലാ കരിയറിൽ നിന്ന് വരുന്ന ഫ്രഷേഴ്സിനോട്ട് നിങ്ങൾക്കും ഇനീഷ്യൽ സ്റ്റെപ്പ് വളരെ ഹാർഡ് തന്നെ ആയിരിക്കും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ CA ഫ്രഷറിന് ഒരു ജോബ് കിട്ടാൻ ഇച്ചിരി സ്ട്രഗിളുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും സ്ട്രഗിൾ ഇല്ലെന്ന് വേണം പറയാൻ. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ CA ഫ്രഷർ ആണെങ്കിൽ അവർക്ക് 3+ years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നിട്ട് അവർക്ക് ഇത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര സ്ട്രഗിൾ വരുന്നത് റീസണബിൾ അല്ലേ? സോ അങ്ങനെ ആലോചിക്കാം. സോ നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.